അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം വഫാത്തായ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ പുന്നോമന മകൻ സയ്യിദ് ഫളൽ കോമത്തങ്ങൾ ഖുറ മഹാനവറുകളുടെ ജീവിതം വളരെ സൂക്ഷ്മതയും ലാളിത്യവും നിറഞ്ഞ ജീവിതമായിരുന്നു. ഒരു ജാടയുമില്ലാതെ ഒരു അഹങ്കാരവുമില്ലാതെ വിനയാന്വിതരായി ഈ ലോകത്ത് ജീവിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്ന മഹൽ വ്യക്തിത്വമാണ്. ആര് ബഹുമാനിച്ചാലും ആര് ബഹുമാനിച്ചില്ലെങ്കിലും തങ്ങളവറുകൾക്ക് ഒരു പ്രശ്നമില്ല. പണക്കാരും പാവപ്പെട്ടവരും എല്ലാവരും തങ്ങളുടെ അടുത്ത് ഒരുപോലെയാണ്. ആ നിലക്ക് വളരെ സൂക്ഷ്മതയോടുകൂടെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ച് നമ്മോട് പെട്ടെന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹു സയ്യിദ് അവറുകളുടെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. മഹാനുഭാവനെ കുറിച്ച് ഉപ്പയായ താജുൽ ഉലമ തന്നെ പറയാറുണ്ട്, നിങ്ങൾ എൻ്റെ മകനെ സൂക്ഷിക്കണം, മകനോട് കളിക്കരുത്, അവൻ തീയാണ്. മഹാനവറുകളുടെ നാവിന് വലിയ അസറായിരുന്നു. അവിടുന്ന് എന്തു പറഞ്ഞാലും അത് സംഭവിക്കുമായിരുന്നു. ഒരുപാട് അനുഭവസ്ഥർ പല അനുഭവങ്ങളും പറയുന്നത് കേട്ടിട്ടുണ്ട്. മാനപ്പെട്ട ഹുസൈൻ സാദി ഉസ്താദ് തന്നെ ഒരു അനുഭവം വിവരിക്കുന്നുണ്ട്. അങ്ങനെ ബഹ്റൈനിൽ പോയപ്പോ രാത്രി ആണ് അവിടെ മദ്ഹുർ റസൂൽ പരിപാടിയാണ്. അതിൽ ബഹുമാനപ്പെട്ട തങ്ങളെ നേതൃത്വത്തിൽ ദുആയാണ്, ഞാൻ മദ്ഹുർ റസൂൽ പ്രഭാഷണവും ആണ്. അങ്ങനെ പരിപാടിക്ക് മുമ്പ് ഞങ്ങളൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഒറ്റ കാര്യം പറയാം, ഇത് എന്റെ അനുഭവത്തിൽ ഉണ്ടായ ഒരു സത്യം. അങ്ങനെ നൂറുകണക്കിൽ സംഭവം ഉണ്ട്. അങ്ങനെ അവിടെ എത്തിയപ്പോ ഒരു വീട്ടിലെത്തി വെള്ളം കുടിച്ചു. ഭക്ഷണത്തിന് മുമ്പ് ആ വീട്ടിലുള്ള ഒരു കുട്ടി, ഒരു 4 വയസ്സുള്ളൊരു കുട്ടിയെ കേരളം വടകരയോ നാദാപുര ഭാഗത്തുള്ളെന്ന് തോന്നുന്നു, ആ കുട്ടിനെ കൊണ്ടുവന്ന് തങ്ങളെടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഈ കുട്ടി സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല, സംസാര ശക്തി സംസാരിക്കുന്നില്ല തങ്ങളെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ നോക്കിയിട്ട് തങ്ങൾ പറഞ്ഞു, സൈദി സംസാരിക്കുന്ന ടൈം ആയിട്ടുണ്ടാവില്ല അല്ലേ? അങ്ങനെ പറഞ്ഞു. ഒരു നോർമൽ ആക്കിയിട്ടാ പറയും. വലിയ സീരിയസ് ആക്കി സംസാരിക്കുന്നില്ലേ, അതിന് അങ്ങനെ ആക്കണോ, അങ്ങനൊന്നുമില്ല. എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ടൈം ആയിട്ടുണ്ടാവില്ല അല്ലേ? ടൈം ആയിട്ടുണ്ടാവില്ല, അതിന്റെ സമയമാകുമ്പോ സംസാരിക്കും. നിങ്ങള് ബദരീങ്ങളെ വേണ്ടി യാസീൻ ഓതിട്ട് ആ വെള്ളത്തിലേക്ക് നിങ്ങൾ എന്നെ ഓതിയിട്ട് അത് കുടിക്കാൻ കൊടുക്കാം. നിങ്ങൾ എല്ലാം ഓരോടനെ തങ്ങൾ ആ ഇൻഷാ അല്ലാഹ് ഞാൻ ദ്വാരക്കാം, അള്ളാഹു കുട്ടിക്ക് സംസാര ശക്തി തരട്ടെ, അതിന്റെ സമയമാകുമ്പോ സംസാരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, പരിപാടിന്റെ അടുത്തേക്ക് വന്നു. ഒരു 1.5 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അങ്ങനെ വന്നു, അവിടെ മജ്‌ലിസ് തുടങ്ങി. ആ സമയത്ത് ആ വീട്ടുകാരൻ വന്നിട്ട് എന്നോട് മെല്ലെ പറഞ്ഞു, സങ്കടപ്പെട്ട ആൾ കരയാണ്. കരയുന്നത് സന്തോഷത്തിലും കരയും മനുഷ്യൻ, ബേജാറ് കൊണ്ട്. ഇയാൾ പറഞ്ഞു, സാധേ ബഹുമാനപ്പെട്ട തങ്ങൾ നേരത്തെ പറഞ്ഞ ആ കുട്ടി സംസാരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ തന്നെയാണ് സംഭവം. ഞങ്ങൾ ആ കിടാവിനെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളോട് ഞാൻ പറഞ്ഞു, അപ്പൊ തങ്ങൾ പറഞ്ഞു സമയമായിട്ടുണ്ടാവും ഇപ്പോ. മനസ്സിലാക്കണം നിങ്ങൾ, ഞാൻ പറഞ്ഞു സംസാരിച്ചു എന്നല്ല. അങ്ങനെ ഒരു സംഭവത്തിലും ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു എന്ന് തെളിയിക്കാൻ ഒരു ഉമ്മ വെച്ച മകനിക്ക് സാധ്യമല്ല.